ഹലോ, ഉച്ചക്കലത്തെ ഊണ് തയ്യാറാക്കാം. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ കപ്പ കുക്കറിലിട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓണാക്കാം. കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. കപ്പ വേകുമ്പോഴത്തേക്കും അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴേക്കും അരി ഇടാനുള്ള വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിയെല്ലാം ഇട്ട് കൊടുത്ത് തീയെല്ലാം റെഡിയാക്കി അടച്ചു വെച്ച് വരുമ്പോഴേക്കും കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഈ കപ്പ ഊറ്റിയെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അരപ്പിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ചൂടാക്കി ഉടച്ച് മാറ്റി വയ്ക്കുക. വൃത്തിയാക്കിയ മീൻ നമുക്ക് കുറച്ച് മുളക് കറി വയ്ക്കാം. കുറച്ച് വറുക്കാനും വേണ്ടി എടുക്കുക. മുളക് കറിക്കുള്ള മസാല എല്ലാം ചട്ടിയിലിട്ട് മാങ്ങായും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ യോജിപ്പിച്ച് സ്റ്റവിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നിടം വരെ വയ്ക്കാം. അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് വറുക്കാനുള്ള മീനിൻ്റെ അരപ്പ് തയ്യാറാക്കി നല്ലതുപോലെ പുരട്ടി വയ്ക്കാം. മീനിൻ്റെ അരപ്പ് നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കറിക്കുള്ള മസാല നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ ഇട്ട് കൊടുക്കുക. ഇനി ഒരു മോര് കറി കൂടി വെക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. തേങ്ങയും മോരും കൂടി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നോടൊപ്പം മീൻ കറിയും റെഡിയായിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് വന്നപ്പോഴേക്കും നമ്മുടെ അടുപ്പത്ത് ചോറും വെന്ത് വന്നിട്ടുണ്ട്. മീൻ കറി നല്ലപോലെ വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പം വറുക്കാനുള്ള മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ നല്ലപോലെ വേകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് വേവിച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് നമുക്കൊരു അരിപ്പയിലോട്ട് ഊറ്റി മാറ്റാം. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ചോറും കപ്പയും മീൻ കറിയും മോര് കറിയും വറുത്ത മീനും എല്ലാം റെഡിയായിട്ടുണ്ട്.